അല്ല ഇതാരാ ബ്രോക്കർ സ്മിതയോ? കാണാനേ ഇല്ലല്ലോ. എന്താ പറയാനാ, തിരക്ക. പിന്നെ എന്തുണ്ട് വിശേഷം? നല്ല നല്ല എത്ര ആലോചന എൻ്റെ കയ്യിലുണ്ടെന്നറിയാമോ? ഞാൻ എത്ര തവണ സുജാതേച്ചിയോട് പറയുക കൊച്ചിനെ കെട്ടിച്ച് വിടാമെന്ന്. 18 ഈ കഴിഞ്ഞ മാസം. എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണ്. 18 കൊച്ചിൻ്റെ നാളിനകത്ത് കുറച്ച് പ്രശ്നമുണ്ടല്ലോ. 18 കടന്നാൽ പിന്നെ കൊച്ചിൻ്റെ കല്യാണം നടക്കണമെങ്കിൽ 40. ആ കിഴക്കേലെ അമ്മണിയുടെ മോളെ കാര്യം ഓർമ്മയുണ്ടോ? ഞാൻ ഇതുപോലെ അവളോടും ചെന്ന് 100 ആവർത്തി പറഞ്ഞതാണ്. എടി 18 അവിടെ നാളും ഇതേ നാളായിരുന്നു ഞാൻ പറഞ്ഞതാ. കെട്ടിക്കുന്നു. അപ്പോൾ അവൾക്ക് അവളെ കൊച്ചിനെ പഠിപ്പിക്കണം, ജോലി വേണം. എന്നിട്ട് എന്തായി ഈ സുമതി ഒരു വാക്ക് പറഞ്ഞാൽ അതുപോലെ നടക്കത്തുള്ളൂ. 40 ഈ ചിങ്ങത്തി 40 നിൽക്കുന്ന കണ്ടോ? നാളിൻ്റെ ദോഷമൊക്കെ എനിക്കറിയത്തില്ലേ. കൊച്ചിനോട് പറഞ്ഞാൽ അത് കേൾക്കണ്ടായോ? അത് പറയുന്ന നാളും ജാതകം ഒന്നും നോക്കണ്ട. ഞാൻ കെട്ടിയില്ല, എനിക്ക് കെട്ടിയില്ലെന്നേ ഉള്ളൂ. എനിക്ക് അങ്ങ് ആദ്യം എൻ്റെ ഈ നല്ല നല്ല ആലോചന ഉണ്ട്. ഇത് നോക്ക്, ചെറുക്കൻ ദുബായിലാണ്. അത് തറവാടാണോ? തറവാടും നല്ല ഒന്നാന്തരം തറവാട്. പക്ഷെ ഒരു കുഴപ്പമുള്ളത് ഇച്ചിരി അങ്ങോട്ട് കിഴക്കോട്ടാണ്. പിന്നെ അടുത്തത് ഉണ്ടോ, നല്ല ഒന്നാന്തരം ഡ്രൈവർ. എന്തൊക്കെ വേണം ചെയ്യും. നല്ല തങ്കക്കുടം പോലത്തെ പയ്യൻ, കുടിയില്ല വലിയില്ല. ഒന്നുപോലെ കൊച്ചിനെ നോക്കും. നമ്മുടെ ഈ മറ്റേ ചേനക്കരയുള്ള. പിന്നെ ഈ പയ്യന് ബാങ്കിലെങ്ങാണ്ടാ ജോലി. അത്യാവശ്യം ശമ്പളമൊക്കെ ഉണ്ട്, വിദ്യാഭ്യാസമുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നല്ലതാ. ഇപ്പോൾ കെട്ടിച്ചുണ്ടല്ലോ, ബാങ്കിലെ ഇപ്പോൾ സാധാരണ ജോലിക്കാരൻ ക്ലർക്കാണെങ്കിലും ഒരു 5 വർഷം അങ്ങോട്ട് കഴിയട്ടെ. മാനേജർ കൊച്ചി പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ കൊച്ചിന് നല്ല അത് തുടർന്ന് പഠിക്കാനും പറ്റും, ജോലിക്കും വിടും. വിദ്യാഭ്യാസമുള്ളവർ. ഒരച്ഛൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ, പാവം പിടിച്ച മനുഷ്യൻ. ആ പുള്ളി ജോലിക്കൊന്നും പോകുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് നല്ലതാ. ഒരു ഇച്ചിരി ദൂരെ കൂടുതലുണ്ട്, എന്നാലും ഇതാ നല്ലത്. എന്ത് പറയുന്നു? നിങ്ങളുടെ തീരുമാനമാണ്. ശരി സുമതി, അത് നോക്കാം. വേണം ഞാൻ കൊണ്ടുവരാം. ഹലോ ചേട്ടാ. ഇവിടെ പോയി കിടക്കുവാന്നല്ലേ ഞാൻ വിളിച്ചപ്പോൾ? പണിയുണ്ടായിരുന്നു. നീ അവിടെ മല മാർക്കില്ലേ? ഞാൻ വിളിച്ചത് നീ ഇന്നലെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ, പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞില്ലേ? അതൊന്നും നടക്കത്തില്ല. അച്ഛനെ നോക്കാൻ ഇവിടെ വീട്ടിലാരുമില്ല. അച്ഛന് വയ്യാതിരിക്കുമല്ലേ? ശരി എന്നാ, ഓക്കെ.